വന്ദേ മാതരത്തിൽ വീണ്ടും വിവാദം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക് ഭവന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാർ തള്ളി. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് 2 തവണയും വായിച്ചത്. സംഭവത്തിൽ ഗവർണർ അതൃപ്തി പ്രകടമാക്കി. Niyam-Sabha, see, what we had insisted that there has to be, whenever governor is present, it is the protocol, you are right, that whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Let us see what is. Will you seek any clarification on this? I have not decided anything. വന്ദേ മാതര വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രിയും കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനെ നയിക്കുന്ന മുന്നണി പ്രവർത്തിക്കുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, ഇത് നമുക്കും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്, മുന്നണിയുമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, അത് ആ തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇത് സംബന്ധിച്ചൊരു നിയമമൊന്നും പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല. ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. വന്ദേമാതരത്തിന്റെ പൂർണ്ണമായ ലൈനുകൾ പാടാത്ത, അവതരിപ്പിക്കാത്ത ആ നിലപാടിനെ പ്രതിപക്ഷ നേതാവും പിന്തുണയ്ക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇതിനെ പിന്തുണച്ചു. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് പിന്നെ മറ്റു തടസ്സങ്ങളില്ല. യഥാർത്ഥത്തില് വന്ദേമാതരം ആ 2 ഈരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മള് ദേശീയ ഗാനം ചൊല്ലുന്ന പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇരുന്ന് കേൾക്കേണ്ടതാണ്. പക്ഷേ എഴുന്നേറ്റ് നിന്നാണ് എല്ലാവരും അത് കേട്ടത്. അത് ഞങ്ങളും പിന്നെ എഴുന്നേറ്റ് നിൽക്കാമെന്ന് വെച്ചു. അതാണ് ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്ത വേണ്ടെന്നുള്ളത് കൊണ്ട്. എന്നാൽ 2 ഈരടി ചൊല്ലാന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ആണ് ഇവിടെ നടന്നത്. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുന്ന അവസ്ഥയുണ്ടായി. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്, ഇതാണ് സ്വീകരിക്കേണ്ട നിലപാട്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിനെതിരെ BJPയും രംഗത്തു. ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുക എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.